നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ 5 തവണയായി മത്സരിക്കുന്ന പറവൂർ നിയമസഭാ സീറ്റ് ഏറ്റെടുക്കാൻ CPM ഒരുങ്ങുന്നതായി സൂചന. 1982 മുതൽ ഇടതുമുന്നണിയിൽ ഇത് CPIയുടെ സീറ്റാണ്. ഒരു ചെറിയൊരു ഇടവേളയിൽ AC ജോസ് ജയിച്ചതൊഴിച്ചാൽ 2001 വരെ CPIയുടെ സ്ഥാനാർത്ഥികളാണ് പറവൂരിൽ നിന്ന് ജയിച്ചുകൊണ്ടിരുന്നത്. 2001 ആദ്യമായി വി ഡി സതീശൻ പറവൂർ സീറ്റ് CPIയുടെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. CPI ആകട്ടെ സാക്ഷാൽ പന്ന്യം രവീന്ദ്രനെയും PK വാസുദേവൻ നായരുടെ മകളെയും ഒക്കെ സ്ഥാനാർത്ഥികളായി നിർത്തിയിട്ടും വി ഡി സതീശനെതിരെ ഒന്നും ചെയ്യാൻ അവിടെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ യഥാർത്ഥത്തിൽ CPMന് വളരെയേറെ സ്വാധീനമുള്ള സ്ഥലമാണ് പറവൂർ. S ശർമ്മയെ പോലുള്ള വൻകിട കൊടിമൂത്ത CPM നേതാക്കളുടെ സ്വന്തം തട്ടകം. എന്നാൽ ഇതുവരെ CPMന് അവിടെ മത്സരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും CPI സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ CPMകാർ അവർക്ക് വോട്ട് ചെയ്യാറുമില്ല. അങ്ങനെയാണ് പലപ്പോഴും വി ഡി സതീശൻ ജയിക്കാറുള്ളതെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. ഏതായാലും CPIക്ക് അവിടെ വിരലുണ്ടാവുന്ന ചില പ്രവർത്തകരെ നേതാക്കളെ ഉള്ളൂ. CPI മണ്ഡലത്തിലെ ഇടതുമുന്നണി അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുന്നത് 99% CPM ആണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ പറവൂർ സീറ്റ് ഏറ്റെടുക്കാനുള്ള ആലോചനയിലാണ് CPM നേതൃത്വം. പറവൂർ സീറ്റ് CPM നേതൃത്വം ഏറ്റെടുത്താൽ അവിടെ മത്സരിക്കാൻ അവർക്ക് നിരവധിയായ നേതാക്കളുണ്ട്. അവരിൽ പലരും വളരെ ജനകീയ ബന്ധമുള്ളവരാണ്. എന്നാൽ CPIക്കാകട്ടെ പറവൂർ മത്സരിക്കാൻ ഇപ്പോഴും കൊള്ളാവുന്ന ഒരാൾ ഇല്ല. പുറമേ നിന്ന് ആരെങ്കിലും ഇറക്കുമതി ചെയ്താൽ അവിടെ പച്ച തൊടുകയുമില്ല. അതുകൊണ്ട് CPM ഇപ്പോൾ ആലോചിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ കടുത്ത മത്സരം കാഴ്ചവെക്കാൻ ആ സീറ്റ് CPIയിൽ നിന്നും എടുക്കണം എന്നാണ്. എന്നാൽ CPI ഇതിനെക്കുറിച്ച് അല്പം എതിർപ്പൊക്കെ ഉയർത്തുന്നുണ്ടെങ്കിലും അവസാനം അവർ സമ്മതിക്കും എന്നാണ് പ്രതീക്ഷ. കാരണം CPIക്ക് യഥാർത്ഥത്തിൽ അവിടെ മത്സരിക്കാൻ നേതാക്കളില്ല. എവിടുന്ന് കൊണ്ട് നേതാവ് മത്സരിച്ചാലും അവിടെ തോറ്റുപോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ CPMന് വിട്ടുകൊടുക്കുന്നതാണ് ഈ സീറ്റ് എന്ന് ഉള്ള ആലോചന CPIക്ക് ഉള്ളിലുമുണ്ട്. ചില CPI നേതാക്കൾ തുടർന്ന് പറഞ്ഞു, വെറുതെ എന്തിനാണ് നമ്മൾ ഈ സീറ്റ് കൈവശം വച്ചുകൊണ്ടിരിക്കുന്നത്, അത് CPMന് കൊടുത്താൽ അവർ ആൾ നിർത്തി അവർ വിജയിപ്പിച്ചോളും. വി ഡി സതീശന് കടുത്ത മത്സരം വരുന്ന തെരഞ്ഞെടുപ്പിൽ നൽകുക എന്നത് CPMൻ്റെ വലിയൊരു ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ ആ സീറ്റ് ഏറ്റെടുത്താൽ വളരെ കരുത്തരായ നേതാക്കളെ CPMന് അവിടെ ഇറക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വി ഡി സതീശനെ നല്ല രീതിയിൽ നേരിടാൻ പറ്റിയ നേതൃനിര എറണാകുളം ജില്ലയിൽ ഉണ്ട് എന്നുള്ള വിശ്വാസമാണ് CPMനുള്ളത്. അഡ്വക്കേറ്റ് അരുൺകുമാറിനെ പോലുള്ള നേതാക്കളെ പറവൂരിൽ പരീക്ഷിച്ചാൽ അത്ര പെട്ടെന്നൊന്നും വി ഡി സതീശന് ജയിച്ചു കയറാൻ പറ്റില്ല എന്ന വിശ്വാസമാണ് CPM നേതൃത്വത്തിനുള്ളത്. ഈ വിഷയം സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും ഒക്കെ ചർച്ച ചെയ്യുകയും CPM നേതൃത്വവുമായിട്ട് ചർച്ച ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്, ഇതിന് പച്ചക്കൊടി കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ മിക്കവാറും വി ഡി സതീശനെതിരെ CPMൻ്റെ സ്ഥാനാർത്ഥി അരുവാൾ ചിറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ചാൽ അത്ഭുതപ്പെടാനില്ല. പക്ഷെ അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ അത്ര എളുപ്പത്തിൽ വി ഡി സതീശന് പറവൂരിൽ നിന്ന് കയറി പോരാനും പറ്റുകയില്ല.